ഇന്ന് നമ്മൾ വന്നേക്കുന്നതേ ഒരു വെറൈറ്റി കൊഴുക്കട്ട വിത്ത് കോഴിമുളക് ഇട്ടത്. അപ്പൊ കൊഴുക്കട്ടക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി, 1 കപ്പ് പത്തിരിപ്പൊടി, 1 കപ്പ് തേങ്ങ, തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. കുറച്ച് ജീരകം, കുറച്ച് ചെറിയുള്ളി, 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചോളൂ കൂട്ടാ. ഉരുളകളാക്കിട്ടെ ആവിലോട്ട് അങ്ങോട്ട് വെച്ചോളൂ. ആ ടൈമിൽ നമുക്ക് ചിക്കൻ കറിയിലോട്ട് പോവാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഉലുവ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിക്കും. കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ശേഷം തക്കാളിയും തിളച്ച വെള്ളം ചേർത്ത് അടച്ചു വെച്ചോ. തിളച്ചു കഴിഞ്ഞാൽ ചിക്കൻ ചേർക്കട്ടോ. തിളച്ചു വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും മല്ലിയിലും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ അത് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. അങ്ങനെ വെന്ത് വന്ന് കൊഴുക്കട്ട തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റൈലിൽ വേണേലും മുറിച്ചെടുക്കാം. ഇനിയാണ് കൊഴുക്കട്ടയിലോട്ടുള്ള വറവ് പരിപാടി. ചൂടായ വെളിച്ചെണ്ണയിലോട്ടെ കടുക്, ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കൂടെ കുറച്ച് അരി, മുറിച്ച് വെച്ച കൊഴുക്കട്ട അതിലോട്ട് തട്ടിക്കോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ. കൊഴുക്കട്ട പൊട്ടി പോകാണ്ട് നോക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു കൊഴുക്കട്ട ചുമ്മാ കഴിക്കാനും ടേസ്റ്റ് ആണ് കേട്ടോ. എന്നാലും കോഴിമുളകിന്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. കൊഴുക്കട്ടന്റെ മുകളിലോട്ടെ ആ കോഴിമുളക് ഇട്ടതും കൂടെ ഒഴിച്ച് ഒരു പിടി പിടിക്കണം. ചുമ്മാ പറയല്ല കേട്ടോ, സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഒത്തിരി സ്നേഹത്തോടെ ബൈ.